ശ്വാസനിശ്വാസങ്ങളേറ്റ് ഒപ്പം കിടന്നുറങ്ങിയ സഹപാഠിക്ക് ഇങ്ങനെ ചതിക്കാനാകുമോ? ആ അമ്മ പറഞ്ഞ പോലെ വീട്ടിലെത്തുമ്പോഴെല്ലാം അവനൊപ്പം മാത്രമിരുന്ന് ആഹാരം കഴിക്കുന്ന മറ്റൊരു സുഹൃത്ത്, അവർക്കിങ്ങനെ മനുഷ്യമൃഗമാകാൻ കഴിയുമോ? എൻ്റെ മോൻ മരിക്കാൻ നേരമെങ്കിലും വായിലൽപ്പം വെള്ളമൊഴിച്ചു നൽകാൻ ആ കോളേജിൽ ആരുമില്ലായിരുന്നോ എന്ന സിദ്ധാർത്ഥൻ്റെ അച്ഛൻ്റെ ചോദ്യം പതിച്ചത് അഭിമാന പ്രബുദ്ധ കേരളമെന്ന് ഊറ്റം കൊണ്ടിരുന്നവരുടെ മുഖത്തേക്കല്ലേ? 132 പേരുടെ ക്രൂരമർദ്ദനം, ആൾക്കൂട്ട വിചാരണ. നെടുമങ്ങാട് സ്വദേശിയും വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുമായിരുന്ന സിദ്ധാർത്ഥൻ്റെ മരണം വടക്കൻ ഇന്ത്യയിലെ ആൾക്കൂട്ട വിചാരണയ്ക്കെതിരെ വാളെടുക്കുന്നവരുടെ സ്വന്തം കേരളത്തിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ആ പിതാവിൻ്റെ നെഞ്ചു തകർത്തത്. 3 ദിവസമായി ജലപാനമുണ്ടായിരുന്നില്ല. എല്ലാം ചെയ്തത് ഒപ്പം നിന്നവർ, ഒപ്പം പഠിച്ചവർ. നഗ്നനാക്കി ബെൽറ്റ് കൊണ്ട് മർദ്ദനം, പാറപ്പുറത്തും വാട്ടർ ടാങ്കിന് സമീപവും കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. ചെയ്ത തെറ്റ് കേൾക്കുമ്പോഴാണ് ഞെട്ടിക്കുന്നത്. വാലന്റൈൻസ് ദിനത്തിൽ മുതിർന്നവർക്കൊപ്പം ഡാൻസ് ചെയ്തു. മകൻ്റെ മരണശേഷം പ്രതികളെ പിടികൂടാൻ ആ അച്ഛനും അമ്മയ്ക്കും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരേണ്ടി വന്നു. എന്ത് നീതി, എന്ത് പ്രബുദ്ധത! ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്ന ക്യാപ്സ്യൂൾ സിദ്ധാർത്ഥൻ മരിച്ച ദിവസം അവനെതിരെ പെൺകുട്ടിയെ കൊണ്ട് പരാതി നൽകിച്ചിരിക്കുന്നു, അപമര്യാദയെ പെരുമാറിയെന്ന്. ഇത് ചർച്ച ചെയ്യാൻ കോളേജിൽ ആഭ്യന്തര പരിഹാര സമിതി യോഗം ചേർന്നു 20-നും 26-നും. അപ്പോഴും സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കുറിച്ച് ഒരന്വേഷണവും കോളേജിലുണ്ടായില്ല. എന്ത് വിശ്വസിച്ച് രക്ഷിതാക്കൾ കേരളത്തിലെ കോളേജുകളിലേക്ക് കുട്ടികളെ അയക്കും? അടുത്ത സംഭവം ഉണ്ടാവും വരെയെങ്കിലും ആ പിതാവിൻ്റെ ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നിങ്ങനെ ഒരു പിടപ്പായി നിൽക്കും. ദിനം കഴിയുന്തോറും ആ വേദന പുതിയതിന് കീഴടങ്ങും. പിന്നീട് ആ നൊമ്പരവും ഓർമ്മയും ആ കുടുംബത്തിൻ്റെ മാത്രമാവും.